ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴും വി ഡി സതീശന് ഓരോ കാഴ്ചപ്പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾ ഈ 5 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന് വേണ്ട ചില കാര്യങ്ങൾ, അതുപോലെ യുവാക്കളുടെ ചില കാര്യങ്ങൾ, എന്താണ് നാടിന് പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞാൻ ചില LDF നേതാക്കന്മാരുടെ പ്രസ്താവന കേട്ടപ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അവർക്ക് വരെ എന്ന് പറഞ്ഞാൽ അവർ വരെ പറയുന്നത് എന്താ അറിയുക, അതായത് സതീശൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുമോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് എടുത്തു കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പരസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. എടോ, പാവപ്പെട്ടവനെന്ന് പറഞ്ഞ് ഇത് ഗവൺമെന്റിന്റെ പണമാണ്, ഇത് ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടു കൊടുക്കുന്നത് ഔദാര്യമല്ല. അതായത് ഗവൺമെന്റിന്റെ പണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം സുഖലോലിപമായ യാത്രകളും അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ നല്ല പെൻഷനും കാര്യങ്ങളൊക്കെ തരുന്നില്ലേ? അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഗവൺമെന്റിൻ്റെ നഷ്ടമല്ലേ? അതായത് ഈ പിന്നെ ഉള്ള MLA മാർക്കും ഈ അവരുടെ ജോലിക്കാർക്കും മുഴുവൻ ഈ പിന്നെ ശമ്പളം കൊടുക്കുക, ഈ പെൻഷൻ കൊടുക്കുന്നത് നഷ്ടമല്ലേ? എന്നാൽ പിന്നെ ആ നഷ്ടം, ആ ഒരു പെൻഷൻ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൗജന്യം കിട്ടുമ്പോൾ മാത്രം എന്താണ് ഇവരുടെ കുരു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്? അതെന്താ, ജനങ്ങൾ രണ്ടാം കിടക്കാറാണോ? ജനങ്ങളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ തിരഞ്ഞെടുത്തത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എന്താ പറയേണ്ടത്, നമ്മുടെ യാത്രാ ക്ലേശങ്ങൾക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി സൗജന്യവും തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പൈസ സമ്പാദിക്കാമെന്ന് കരുതിയിട്ടൊന്നുമല്ല പണ്ടുള്ളവർ KSRTC കൊടുത്തിരിക്കുന്നത്. ആ ബസ്സുകളില്ലാത്ത സ്ഥലത്തേക്ക് ഒരാളാണെങ്കിലും അയാളെ കൊണ്ടുവിടുക, അതിൻ്റെ അകത്ത് ലാഭം നഷ്ടം പ്രതീക്ഷിക്കരുത്. ഇനി 9 മണിക്ക് ജോലി കഴിഞ്ഞു പോകുന്ന ഒരു തൊഴിലാളിയായിരിക്കാം, അവന് വേണ്ടിയിട്ട് ലാഭനഷ്ടം കൂടാതെ ഓടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു വണ്ടിയാണ് KSRTC. അതിന് വേണ്ടിയിട്ട് അവിടെ സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ചൊറിച്ചൽ? അതായത് സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 5 വർഷവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ടറിയാം. കാരണം എന്താ, എറിയാൻ അറിയുന്ന ഒരാളുടെ കയ്യിലാണ് കല്ലുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. വി ഡി സതീശൻ എന്ന് പറയുന്നയാള് കൃത്യമായിട്ടും നമ്മുടെ കേരളത്തെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടും അതിൻ്റെ സംവിധാനത്തെ പറ്റിയിട്ടും കൃത്യമായിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. അങ്ങനെ പഠിച്ചു വന്ന ഒരാളെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങേര് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലേക്ക് അങ്ങനെ കടന്നു പോകും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കിട്ടുകയുള്ളൂ, ഞങ്ങളുണ്ടെങ്കിലേ പെൻഷൻ കിട്ടുകയുള്ളൂ, ഞങ്ങളുണ്ടെങ്കിലേ അരി കിട്ടുകയുള്ളൂ, ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ബസ്സിൽ യാത്ര കിട്ടത്തുള്ളൂ, ഞങ്ങളുടെ ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ മാത്രമേ KSRTC ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഗണേശൻ ഇല്ലെങ്കിൽ KSRTC പോകും എന്നൊക്കെയുള്ള തെറ്റായ ധാരണകളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് തെറ്റായ ധാരണയാണ്. ഇവിടെ ഗണേശന് ശേഷം പ്രളയമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശേഷം പ്രളയമല്ല. അതാണ് നിങ്ങൾക്ക് ഇല്ലാതെ പോയതും. ഇപ്പോഴും ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പോഴേ 2-3 MLA മാർ, അതായത് MLA ആയിട്ട് തോറ്റവർ, മന്ത്രിയായവർ, ഇവരൊക്കെയാണ് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കരുത്. കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുകയല്ലേ വേണ്ടത്? പാവപ്പെട്ട സ്ത്രീകൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇനി സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കുട്ടികൾക്കും ഈ സ്ത്രീകൾക്കും ഒക്കെ കൊടുത്തോ ഒരു കുഴപ്പവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും പോയിട്ട് യാത്രയൊക്കെ ചെയ്ത് സുഖിച്ചു വരട്ടെ. കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോട്ടെ. അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിരിക്കണം യാത്ര. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്? അത് കൊണ്ടുവരുമ്പോൾ അതിന് ഇടങ്ങാറിട്ടിട്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇല്ലാതാക്കി ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ സതീശനെ കൊണ്ട് ഭരിപ്പിക്കാതിരിക്കാൻ എങ്ങനെ നോക്കണം എന്നാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇതെല്ലാം കുട്ടിച്ചോറാക്കി തരും, അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള തരത്തിലുള്ള കാര്യം ഞാൻ പറയാം. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പഴയ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പോയിട്ട് കുറേ കല്ലേറും കൊണ്ട് വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ സഹതാപ തരംഗം തീർത്ത് കഴിഞ്ഞാൽ അവർ തൊപ്പിയാട്ടുന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പണ്ടത്തെ പോലെയൊന്നല്ല ജനങ്ങൾ. ഇന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴിയും പിന്നെ മറ്റുള്ളത് വഴിയും പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ബോധവും കൂടി വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇവനൊന്നും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും, ഇവൻ കാരണമാണ് ഞാൻ ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേ കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിൽ
മുന്നിൽ നമ്മുടെ ജനങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോഴും ജനങ്ങൾ തന്നെ പ്രതികരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് സൗകര്യമായിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുക? ജനങ്ങളാണ് ഒരു മാറ്റം ആഗ്രഹിച്ചത്. ആ മാറ്റത്തിൻ്റെ കൂടെ നിൽക്കാനാണ് പ്രതിപക്ഷം നോക്കേണ്ടത്. ആ മാറ്റത്തിന് അതീതമായിട്ട് എന്താണ് നല്ലത് ചെയ്യാൻ കഴിയുക? അല്ലാതെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നെഞ്ചത്ത് ഒരു കുറ്റിയടിച്ച് വെച്ചിട്ട് അവരെ കണ്ണീരിലാഴ്ത്തുന്ന സ്ഥിതിയല്ല വേണ്ടത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ ആ കുറ്റി പിഴുതെറിഞ്ഞപ്പോഴേ ഒരുപാട് പേരുടെ സന്തോഷം കണ്ടു. അപ്പോഴെല്ലാവരും ചോദിക്കും വികസനം വികസനം വേണം, പക്ഷെ മറ്റുള്ളവൻ്റെ ചങ്ക് കീറിയിട്ടല്ല വികസനം. അതായത് ഓരോരുത്തന്മാരുടെ സൗകര്യത്തിനും ഇതിനും വേണ്ടിയിട്ട് എത്ര എത്ര പാവങ്ങളാണ് തെരുവിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വികസനവും കാര്യങ്ങളും ഒക്കെ വേണം, നമുക്ക് കേരളയിലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ പണങ്ങൾ, അല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയല്ല വേണ്ടത്. ഇവിടെ ഞാനാണ് NH കൊണ്ടുവന്നത്, ഞാനാണ് NH കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയല്ല വേണ്ടത്. പിന്നെ ഞാനാണ് NH കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും ഒരു ഗുണവും അതിൻ്റെ അകത്ത് കിട്ടാനും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓട്ടോറിക്ഷയോ സ്കൂട്ടറോ ഒന്നും കയറ്റാൻ വിടൂല, വെറും കാറും കൊണ്ടാണ് പോവുക. നമുക്കെല്ലാം കാറും കൊണ്ട് പോകണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രയും പൈസയും കാര്യങ്ങളൊക്കെ വേണം. എന്താ വെച്ചാൽ ടോള് തന്നെ നല്ല രീതിയിലാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു എന്ന് കരുതിയിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത്? ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആൾക്കാർ ഇത് നശിച്ചു പോകും, ഇത് മണ്ണാങ്കട്ടി, ഇതായി പോകും. എടോ, സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സർക്കാരിനാണ്. ഇവരുടെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ശമ്പളമില്ല, ഞങ്ങളുടെ പെൻഷനും മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ MLA മാർക്ക്. അല്ലാതെ വേറെ ഒന്നും അല്ല. എന്തിനാ പിന്നെ ഇങ്ങനെ ബേജാറാകുന്നത്? അയാൾ എന്തെങ്കിലും നടത്തിക്കോട്ടല്ലേ, അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഇനി അയാൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനൊക്കെ പാലിക്കട്ടല്ലേ. അയാൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാ നോക്കിക്കോളും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പൈസയൊക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചിലവാക്കിയിട്ട് ചിലപ്പോൾ ജനങ്ങൾക്ക് സൗജന്യമാക്കി കൊടുക്കും. അങ്ങനെയെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമല്ലേ? ഈ ഡൽഹിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ, കൊച്ചിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ എത്ര സ്ത്രീകളാണ് വീട്ടു ജോലിക്ക് പോകുന്നത്. അവരൊക്കെ വളരെ ദൂരത്ത് നിന്ന് വരുന്നതാണ്. 50-60 രൂപ മുടക്കിയിട്ട് വരുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ ഗുണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം 10-3000 രൂപ അവർക്ക് ലാഭം കിട്ടും. ആ 3000 രൂപ കൊണ്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ, അങ്ങനെയൊക്കെ ജനങ്ങളുടെ നന്മയ്ക്കുള്ള ഒരു പ്രവർത്തനം തുടങ്ങുമ്പോഴേ എല്ലാവരും കൂടിയിട്ട് അതെങ്ങനെ സാധിച്ചു കൊടുക്കാം എന്നുള്ളതല്ലേ നോക്കേണ്ടത്. ഇതെങ്ങനെ തുരങ്കം വെക്കാം എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തുരങ്കം വെക്കുക, ഈ തുരങ്കം വെക്കലല്ലേ നമുക്ക് മാറ്റേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതിനിപ്പോഴും നാളെ സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആണെന്ന് കരുതിയിട്ട് നിങ്ങളെന്താ വേണ്ടത്? സകല സ്ത്രീകളും പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ KSRTCയിൽ ഇരിക്കുമല്ല വേണ്ടത്. നമ്മളതെങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ യാത്ര ചെയ്യുക. നമ്മളിപ്പോഴെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ യാത്ര ചെയ്യുക. അല്ലാതെ ഇത് പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം സ്ഥിരമായിട്ട് കുറേ സ്ത്രീകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ KSRTCയിൽ ഓടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയായാലും പൊളിയത്തേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ എന്താ പറയുക മഹിളാ മോർച്ചക്കാരോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മഹിളക്കാരോടും ഇവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നും എങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോവുക. അല്ലാതെ ഇത് പൊളിക്കും എന്ന് കരുതിയ 15-ാം തീയതി വന്നിട്ട് കൂട്ടത്തോട് കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിലൊരു ഗുണവും കിട്ടത്തില്ല ആർക്കും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ കൂടെ നിൽക്കുക. അതാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.